എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ്, അതായത് താൽക്കാലിക റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ രജിസ്ട്രേഷൻ ID-യും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാവുന്നതാണ്. റാങ്ക് ലിസ്റ്റ് പരിശോധിച്ച് എന്തെങ്കിലും അപാകതകൾ, അതായത് എന്തെങ്കിലും തെറ്റുകൾ റാങ്ക് ലിസ്റ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷയിലോ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് സെപ്റ്റംബർ 25 വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് lbstvpm@gmail.com എന്നുള്ള ഇമെയിൽ അഡ്രസ്സിൽ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അതായത് lbstvpm@gmail.com എന്നുള്ള ഇമെയിൽ അഡ്രസ്സിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ, അതായത് എന്താണ് നിങ്ങളുടെ ആ ഒരു പരാതി, ആ ഒരു കാര്യം നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ് റിലീസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പ്രസ് റിലീസ് പ്രകാരം പറഞ്ഞിട്ടുള്ളത്, വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ ഈ ഒരു പ്രൊഫൈലിൽ പ്രസിദ്ധീകരിച്ചു എന്നുള്ളതും, അതുപോലെ തന്നെ ഈ ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പരാതികൾ ഉണ്ടെങ്കിൽ സെപ്റ്റംബർ 25 വൈകുന്നേരം 5 മണിക്കകം വിദ്യാർത്ഥികൾക്ക് lbstvpm@gmail.com എന്നുള്ള ഇമെയിലിൽ നിങ്ങളുടെ പരാതികൾ അല്ലെങ്കിൽ അപേക്ഷയിലെ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഒരു ഇമെയിലിൽ അയച്ചു കൊടുക്കേണ്ടതാണ്. അതായത് lbstvpm@gmail.com എന്നുള്ള ഇമെയിൽ അഡ്രസ്സിൽ അയക്കേണ്ടതാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കുക എന്നുള്ള കാര്യം നമുക്ക് ആദ്യം നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അതായത് ആദ്യം തന്നെ LBSൻ്റെ ഡിപ്ലോമ വെബ്സൈറ്റ് ആയിട്ടുള്ള lbscenter.in/para-dip-farm HI 2025/ എന്നുള്ള ഈ ഒരു പേജ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിലായിട്ട് 3 ലൈൻസ് കാണാം, അതാണ് മെനു ബാർ. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇവിടെ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം, അതുപോലെ കോട്ട എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ റാങ്ക് ലിസ്റ്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ഏത് കോഴ്സിനാണോ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്, അതായത് ഏത് കോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നതെന്നല്ല, നിങ്ങളിവിടെ റാങ്ക് ലിസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ DPharmൻ്റേതുണ്ട്, അതുപോലെ DHI ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസ് ഉണ്ട്. അപ്പോൾ ഇത് ഓരോന്നും 1 by 1 ആയിട്ട് വേണം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ആദ്യം DPharm സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം കോട്ട സ്റ്റേറ്റ് മെറിറ്റ് ഓട്ടോമാറ്റിക്കലി അവിടെ വരും. അതിനുശേഷം ഷോയിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതായത് അല്പം വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പേജ് ഇതേപോലെ ലോഡായിട്ട് വരും. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ട്, ഇൻഡെക്സ് മാർക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ അതർ സബ്ജക്ട്സ്, അതുപോലെ ടോട്ടൽ പെർസെൻറ്റേജ്, അതുപോലെ നിങ്ങളുടെ റാങ്ക് എത്രയാണ്, ഇതുപോലുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ DPharmൻ്റെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് നോക്കിയ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കിതിൽ ഏതെങ്കിലും, അതായത് ഈ ഒരു സ്റ്റേറ്റ് മെറിറ്റ് അല്ലാതെ വേറെ ഏതെങ്കിലും റിസർവേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ഒരു റിസർവേഷൻ ഏത് വിഭാഗത്തിലേതാണ് അത് നിങ്ങൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഏതാണ് അതിനനുസരിച്ച് വേണം സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾ ഷോയിൽ ക്ലിക്ക് ചെയ്യുക. ഷോയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ആ ഒരു വിഭാഗത്തിൻ്റെ, അതായത് നിങ്ങൾ ഏത് കാസ്റ്റിൽ ആ ഒരു കോട്ട റിസർവേഷൻ ഉള്ളത്, ആ ഒരു റിസർവേഷനിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ എത്രാം റാങ്ക്, അതായത് റാങ്കിൽ എത്രാം സ്ഥാനത്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതേ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ളത്, ഇവിടെ റാങ്ക് ലിസ്റ്റ് DPharm എന്നുള്ളത് കൂടാതെ DHI ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസ് ഉണ്ട്. അതായത് DPharm ഒഴികെയുള്ള ബാക്കി എല്ലാ കോഴ്സും രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റ് വഴിയാണ് അഡ്മിഷൻ നടത്തുന്നത്. അത് സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾ ആദ്യം തന്നെ സ്റ്റേറ്റ് മെറിറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് സ്റ്റേറ്റ് മെറിറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് എങ്ങനെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇതേ രീതിയിൽ നേരത്തെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു രീതിയിൽ തന്നെ ഇവിടെ സ്റ്റേറ്റ് മെറിറ്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഷോയിൽ ക്ലിക്ക് ചെയ്യുക. ഷോയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ സ്റ്റേറ്റ് മെറിറ്റിൻ്റെ ആ ഒരു നിങ്ങളുടെ DHI ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസിൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റ് ഇതേപോലെ ലോഡായിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ ഇൻഡെക്സ് മാർക്ക്, ഇംഗ്ലീഷ്, അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതർ സബ്ജക്റ്റ്, ടോട്ടൽ, അതുപോലെ നിങ്ങളുടെ ടോട്ടൽ റാങ്ക് എത്രയാണ്, ഇതുപോലുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങളുടെ റാങ്ക് നോക്കിയിട്ട് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തെന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ കോട്ട, അതായത് DHIയുടെ സ്റ്റേറ്റ് മെറിറ്റ് നോക്കിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ ഏത് കാസ്റ്റ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത് അതിനനുസരിച്ച് അത് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഷോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ഒരു വിഭാഗത്തിൻ്റെ ആ ഒരു റിസർവേഷൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ പരിശോധിക്കുക. അതുപോലെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ ലോഗിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ പേജ് വഴി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ഈ ഒരു റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് ലോഗിൻ
ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ആദ്യം കൊടുക്കുക, വെരിഫൈ ചെയ്യുക, പിന്നീട് രജിസ്ട്രേഷൻ ഐ ഡി കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ ലോഗിൻ ചെയ്യണമെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പറും രജിസ്ട്രേഷൻ ഐ ഡിയും ആവശ്യമാണ്. ഇത് നിങ്ങളുടെ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐ ഡി അല്ലെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റിസിപ്റ്റിൽ ഉണ്ടായിരിക്കും. അത് കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിച്ച് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, വെരിഫൈ ചെയ്യുക. അതിനുശേഷം അടുത്ത പേജിൽ രജിസ്ട്രേഷൻ ഐ ഡി കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അവിടെ അത് ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ്, അതായത് നിങ്ങളുടെ ഈ ഒരു DPharmൻ്റെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കും അതുപോലെ തന്നെ നിങ്ങളുടെ റിസർവേഷൻ കാറ്റഗറി ഉണ്ടെങ്കിൽ ആ ഒരു കാറ്റഗറിയുടെ റാങ്ക് എത്രയാണെന്നുണ്ടാവും. അതുപോലെ അതായത് DHI കൂടാതെയുള്ള മറ്റ് പാരാമെഡിക്കൽ കോഴ്സസിൻ്റെയും സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എത്രയാണെന്നുണ്ടാവും. അതുപോലെ നിങ്ങളുടെ കാസ്റ്റ് കാറ്റഗറിയുടെ റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ റാങ്ക് എത്രയാണെന്നുണ്ടാവും. ജനറൽ കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികളുടേത് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ റാങ്ക് ഡീറ്റെയിൽസ് ഒന്നും ഉണ്ടാവുന്നതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രമാത്രമാണ്. ഈ ഒരു രീതിയിൽ നിങ്ങളുടെ പ്രൊഫഷണൽ റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ പരിശോധിച്ച ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റാങ്കുമായി ബന്ധപ്പെട്ട്, അതായത് ഈ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഈ ഒരു അതായത് നിങ്ങളുടെ അപേക്ഷയിലെ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിലോ, അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നിങ്ങളുടെ ആ ഒരു എന്താണ് അപേക്ഷയിലെ തെറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷയിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് എന്താണ് തെറ്റുള്ളത്, അല്ലെങ്കിൽ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു lbstvp@gmail.com എന്നുള്ള ഇമെയിൽ അഡ്രസ്സിൽ സെപ്റ്റംബർ 25 വൈകുന്നേരം 5 മണിക്ക് മുമ്പ് നിങ്ങളുടെ പരാതികൾ അറിയിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.